ത്രസിപ്പിക്കുന്ന വിജയം നേടി UDF അധികാരത്തിലേക്ക് എത്തി. ഇനി അറിയേണ്ടത് ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ്. അതിൽ തിരക്കിട്ട ചർച്ചകളാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായി തന്നെ നടക്കുന്നത്. തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനോ, അതോ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലോ, മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തലയോ? ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കും. ആരെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നും ഞാൻ അതിന്റെ ഇപ്പൊ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. VD സതീശനെ മുൻനിർത്തിയാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ വിജയവും നേടി. 100+ സീറ്റുകളിൽ വിജയിക്കുമെന്ന് പറഞ്ഞത് VD സതീശനാണ്. വിജയിച്ചില്ല എങ്കിൽ, അധികാരം കിട്ടിയില്ല എങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതും VD സതീശനാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കുള്ള വോട്ട് കൂടിയാണ് 102 സീറ്റ് എന്നുള്ളതാണ് VDയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. തലയെണ്ണുമ്പോൾ നിലവിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതിലും അപ്പുറത്തേക്ക് ആളുകളുടെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ VD ക്യാമ്പ് പങ്കുവയ്ക്കുന്നു. KC വേണുഗോപാലിന് ഒപ്പമുണ്ടാകുമെന്ന് KC കണക്കുകൂട്ടുന്നവരിൽ പലരും VDയെ പിന്തുണയ്ക്കുമെന്നാണ് VD ക്യാമ്പിന്റെ ധാരണ. MLA-മാരുടെ പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് ചില മാനദണ്ഡങ്ങളാണ് രമേശ് ചെന്നിത്തല വിഭാഗം ഉയർത്തിക്കാണിക്കുന്നത്. കർണാടകയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് DK ശിവകുമാറിനെ മുൻനിർത്തി. എന്നാൽ മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ. സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തിയാണ് രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെ മുഖ്യമന്ത്രിയായത് അശോക് ഗെഹ്ലോട്ട്. ഈ പരിഗണന തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് MLA-മാരുടെയും ഘടകകക്ഷികളുടെയും എല്ലാം പൊതുവികാരമറിയാൻ AICCയുടെ നിരീക്ഷകനായി P. ചിദംബരം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കോൺഗ്രസിന് പരമ്പരാഗതമായിട്ട് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. ആ കീഴ്വഴക്കങ്ങളെന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള ശ്രീമൻ P. ചിദംബരമാണെന്ന് തോന്നുന്നു ഇവിടെ ഒബ്സർവറായിട്ട് വരാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയല്ലേ, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയല്ലേ കോൺഗ്രസ്. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കും. ജനങ്ങൾ സമ്മാനിച്ച വലിയ വിജയത്തിന്റെ മാറ്റ് കളയാതെ, കാര്യമായ തർക്കങ്ങളില്ലാതെ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.